രാജ്യത്തിന് നടുക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു ദില്ലിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം. എന്നാൽ ഈ സ്ഫോടനം ആസൂത്രിതമാണോ എന്ന ചോദ്യങ്ങൾ നാലുപാടു നിന്നും ഉയർന്നപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞെട്ടിക്കുന്ന ചില നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടന്നു. ഭീകരപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ചില പുതിയ മുഖങ്ങൾ എത്തി തുടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ചെങ്കോട്ട സ്ഫോടനത്തിന് ആഴ്ചകൾക്ക് മുൻപ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് നിർണായകമായ സ്ഥാനത്ത് ഒരു പുതിയ അംഗത്തെ തങ്ങളുടെ പ്രതിനിധിയായി ചേർത്തിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 2019 പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരന്റെ ഭാര്യയായ അഫീറ ബീബിയാണ് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മൊമാമിനാത്ത് എന്ന ബ്രിഗേഡിന്റെ മുഖമായി മാറിയിരിക്കുന്നത്. അഫിറ ബീബി ഈ ബ്രിഗേഡിന്റെ ശൂറയുടെ ഭാഗമായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസറിന്റെ ഇളയ സഹോദരി സാദിയ അസറിനൊപ്പമാണ് ഇവർ പ്രവർത്തിക്കുക. ഇന്ത്യയിലേക്ക് അതിർത്തി കടന്ന് ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതികൾ പരസ്യമായി പ്രഖ്യാപിക്കാൻ ഒരിക്കലും മടി കാണിക്കാതിരുന്ന ഭീകരനാണ് മസൂദ് അസർ. കാണ്ഡഹാർ വിമാനറാഞ്ചൽ കേസിന്റെ സൂത്രധാരനായിരുന്ന ഭീകരൻ യൂസഫ് അസറിന്റെ ഭാര്യയാണ് സാദിയ അസ്ഹർ. യൂസഫ് അസ്ഹർ ജെയ്ഷിന്റെ ബഹാവൽപൂർ ക്യാമ്പിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ ഭീകരത വ്യാപിപ്പിക്കാൻ അക്സറിന്റെ പദ്ധതികളിൽ സാദിയ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. തന്റെ സംഘടന വികസിപ്പിക്കുന്നതിനും വനിതാ അംഗങ്ങളെ മൗലികവാദത്തിലേക്ക് ആകർഷിച്ച് റിക്രൂട്ട് ചെയ്യുന്നതിനും സാദിയ പ്രധാന ഉപകരണമായി. ഇനി സാദിയയുടെ മേൽനോട്ടത്തിൽ അഫിറ ബീബിയും ജമാഅത്ത് ഉൻ മൊമാമിനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. ഇതിനിടയിലാണ് ചെങ്കോട്ട സ്ഫോടനം കൂടി നടന്നിരിക്കുന്നത്. ഇതോടുകൂടി ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ വലിയ നീക്കങ്ങളാണ് നടത്തുന്നത്.